അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലാണ് ഗൈസ്. കാരണം ഒരാഴ്ചത്തെ ഓട്ടമായിരുന്നു. അപ്പം എൻ്റെ സൗണ്ടൊക്കെ പോയി, ചെറിയൊരു പനിയും ജലദോഷമൊക്കെ ഉണ്ട്. ഒന്നത് മഞ്ഞും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതിനിടയ്ക്കിട്ട് കല്യാണ തിരക്കൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിലോട്ടമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബിഗ് ബ്രദർ ഇവിടെ നമ്മുടെ ആലപ്പുഴയിൽ മാർ ഗ്രിഗോറിയസ് കോളേജിൽ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ആശൻ പിന്നെ ശ്രീചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷേ ശ്രീചേട്ടൻ്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല, പുള്ളിക്ക് വേറൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു, എടാ പിന്നെ ഫ്രീ ആണെങ്കിൽ വായോ, ഇവിടെ ഷൂട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒന്ന് ഫ്രീ ആണ്. എന്തായാലും പുള്ളിയെന്ന് പോയി നമ്മുടെ ബ്രദറിനെ പോയി കണ്ടിട്ട് വരാം. ഓക്കെ, കമാൺ. ഓക്കെ, താങ്ക് യു. ഐ ആം നോട്ട് എ റൈഡർ. അങ്ങനെ ഗൈസ്, നമ്മൾ നമ്മുടെ ആലപ്പുഴ പുന്നപ്ര മാർ ഗ്രിഗോറിയസ് കോളേജിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം ഒന്ന് പുള്ളിയൊന്ന് കോൾ ചെയ്ത് നോക്കട്ടെ, എവിടെയാന്ന് നോക്കാം. ആ ഹലോ, ആ കണ്ടു, നേരെ കാണുന്നുണ്ട്. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യുമായിരുന്നു. അറിയാം. ഓക്കെ. അങ്ങനെ ഗൈസ്, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇടയ്ക്ക് നമ്മുടെ ഒരു എന്താ പറയുക, പിന്നെ പമ്പിലെ ബംഗാളി ചേട്ടനെ പോലും വെറുതെ വിട്ടില്ല. കാരണം പുള്ളി എന്നോട് പറഞ്ഞു നല്ല റൈഡിങ് ആണ്, പിന്നെ ഞാനൊരു റൈഡറാണോ എന്നൊക്കെ ചോദിച്ചു. നമ്മുടെ ടിവിയുടെ എന്തോ ഷൂട്ടാണ്, അപ്പം റൈഡറാണോന്നൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ പോക്ക് കണ്ടാൽ എല്ലാവരും അങ്ങനെ ചോദിക്കാറുണ്ട്. എനിവേ, നമുക്ക് എന്തായാലും ലൊക്കേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിറോസ്ക അവിടെ ഉണ്ട്. ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഴിമതിയുടെ ലിസ്റ്റിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു ശവപ്പെട്ടിയെന്ന്. എന്നാൽ ഞങ്ങളിവിടെ യുദ്ധം കാത്തി അതിർത്തിയിൽ തീ കാത്തു നിൽക്കും ഈ നാടിന് വേണ്ടി. അവരവിടെ ഷൂട്ടിലാണ് ഗൈസ്. ഞാനിപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ ക്യാൻറ്റീനിൽ വന്നത്. അവിടെ നമ്മുടെ സൂര്യ ടിവിയുടെ എല്ലാ വണ്ടിയാണ് കിടക്കുന്നത്. നേരെ ഓപ്പോസിറ്റാണ് ഷൂട്ട്. ഞാനിപ്പോൾ ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിലാണ്. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. ഒരു കോഫി ഓർഡർ ചെയ്തു. ഊണൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം നല്ലൊരു സിംഗറാണ്. അപ്പം എക്സ്ട്രാ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയാണ്. ഉള്ള വോക്കൽ കോഡൊക്കെ വെച്ചിട്ട് 4 വരി നന്നായി പാടിത്തരാൻ വിളിച്ച പ്ലീസ് നമുക്ക് ഒരു 4 വരി കൈ
ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഫിറോസ്ക. അങ്ങനെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. അവരോടൊന്ന് പാക്ക് ചെയ്യാണ്. ഫിറോസ്ക അവിടെ ഫോട്ടോഷൂട്ടിലാണ്. ഒരു ഹായ് പറഞ്ഞോ. ഹായ്. യെസ്. അയ്യോ സോറി, ഞാൻ മൈൻഡ് ചെയ്തോളാം കേട്ടോ. എന്നെ ഇല്ലായിരുന്നു മൊബൈൽ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. യാസീൻ ബാക്കിയുള്ളവരെ പഠിപ്പിക്കുന്ന പെടാപ്പാടായിരിക്കും. ഓക്കെ, നിന്നെ എടുത്തിട്ടുണ്ട്. ഫിറോസ്ക, എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? മലയാളത്തിൽ പറയണോ, ഇംഗ്ലീഷിൽ പറയണോ, തമിഴിൽ പറയണോ, ഹിന്ദിയിൽ പറയണോ, ഉറുദുവിൽ പറയണോ, കന്നഡയിൽ പറയണോ മതി. അപ്പം മലയാളത്തിൽ തന്നെ ആദ്യം പറയാം. മലയാളം പോലും എൻ്റെ കറക്റ്റ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. എന്താണ് മൈക്ക് വേണോ? നമ്മൾ ഇന്നിവിടെ നമ്മുടെ ആലപ്പുഴ പുന്നപ്രയുള്ള മാർ ഗ്രിഗോറിയസ് കോളേജിൽ സൂര്യ ടി വിക്ക് വേണ്ടി ദൈപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഞാൻ ആങ്കർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അത് വളരെ മനോഹരമായ കോളേജാണ്. ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹം നമ്മുടെ സുഹൃത്താണ് ഷ. നമ്മളിങ്ങനെ വിളിച്ചു, താണ്ട ഇവിടെ പ്രോഗ്രാം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ ഓടി വന്നെയാണ്. അവൾക്ക് എന്താണ് അവളുടെ ചാനലിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നെ പ്രൊമോട്ട് ചെയ്യണ്ട. സോ അവളുടെ ചാനൽ വളരെ മനോഹരമായ ചാനലാണ്. ഒരുപാട് നല്ല കണ്ടന്റ് മേക്കറാണ് ഇദ്ദേഹം. അതൊക്കെ മൊബൈൽ എടുത്ത് സബ് ചെയ്യാം. അപ്പോൾ ചെയ്യണമല്ലേ? ഓക്കെ, ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങളും ചെയ്യണം. നിങ്ങൾ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല സംഭവങ്ങൾ ഷെയർ ചെയ്യുക. നല്ല നല്ല പ്രോഗ്രാംസ് അതിൽ വരുന്നത്. ഇപ്പം കഴിഞ്ഞ ഈ അടുത്ത് തന്നെ നമ്മുടെ സിജോയുടെ ഫംഗ്ഷനിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യുന്നത് അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ കാണാൻ ഇവിടെ വേണ്ട വിധം സപ്പോർട്ട് ചെയ്യുക. വളരെ സ്ട്രഗ്ലിംഗ് ഗേളാണ്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. ഇപ്പോൾ കുറേ നാളുകളായിട്ട് എറണാകുളത്തും ടി വിയിലും സൂര്യ ടി വിയിലൊക്കെ ഉണ്ട് ഈ പരിപാടി അവതാരകരാണ്. ഹാപ്പി ന്യൂ ഇയർ. കംപ്ലീറ്റ് മാർക്കറ്റിംഗ് അതല്ലേ? മാർക്കറ്റിംഗ് അല്ല, നമ്മളൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. അതൊന്നും വിഷയമുള്ളവർ നമ്മൾ ചെയ്യുമല്ലോ, ചെയ്തിരിക്കും. ഇതിനകത്ത് ചാനലിന്റെ പേര് ബിൻഷ ബഷീർ. ബഷീർ ആരാണ്? എന്റെ വാപ്പ. എന്റെ വാപ്പ ഇത് കേക്കണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ചോദ്യം ചോദിച്ചത്. അതെ അതെ, എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി. ബഷീർ അടിച്ചപ്പോ തന്നെ എന്റെ ചാനൽ വന്നല്ലോ. അതെ അതെ, ഇവള് നല്ല സിംഗറാണ് കേട്ടോ. അതല്ല, ഇതാണ് ചാനൽ. ഇതിപ്പോ എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് എടുക്ക്, ചാനൽ എടുക്ക്. എവിടെ ഒന്നുകൂടെ സെർച്ച്. യെസ്, ബിൻഷ ബഷീർ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാണ്. കണ്ട, പറഞ്ഞ വാക്ക് പാലിച്ചു ഗൈസ്. അതെ, അപ്പൊ നമ്മുടെ ഫിറോസ്ക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതൊക്കെ വേറെ ചാനലിൽ വന്നിട്ടുള്ളതാ. എനിക്ക് വയ്യ. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഇന്ന് ഞാൻ മിസ്സിനെ വൈറലാക്കാൻ പോവാണ്. ഇവിടുന്ന് കൂപ്പണൊക്കെ വാങ്ങി. ബിൻഷ, ഒരു ബിൻഷ, രണ്ടാമത്തെ ബിൻഷ, മൂന്നാമത്തെ ബിൻഷ, നാലാമത്തെ ബിൻഷ. ഇതെപ്പോഴാ പ്രോഗ്രാം മിസ്സേ? ലക്കി ഡ്രോ 14th. ഓക്കെ, 14th 9 and 10. ഓക്കെ, ഇപ്പൊ എന്റെ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം. എന്താണ് ഫസ്റ്റ് പ്രൈസ്? എന്താ മിനി പ്രോജക്റ്റ്, മിനി. പിന്നെ സെക്കൻഡ് വരുന്ന സൗണ്ട് ബാർ, തേർഡ് വരുന്ന സ്മാർട്ട് വാച്ച്, ഫോർത്ത് വരുന്ന 128 GB പെൻഡ്രൈവ്, ഫിഫ്ത്ത് വരുന്ന സ്റ്റീൽ വാട്ടർ ബോട്ടിൽ. അത് വേണ്ടടാ, വീട്ടിൽ വാട്ടർ ബോട്ടിലുണ്ട്. സെക്കൻഡ് വൺ സൗണ്ട് ബാർ ഭയങ്കര ക്രേസ് ആണ്, ഉണ്ട്. എന്നാലും
കിട്ടിയാൽ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. യെസ്, ഓക്കെ. സ്റ്റാഫ് ഇവരെല്ലാവരും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. കാഫിലെത്തി ചായ കുടിക്കാൻ പോവാണ്. ചായ ഉണ്ടോ? ബൈ ബൈ, ഓക്കെ, സി യു. ശരി, ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ. ശരി.